കർണാടക സംഗീതജ്ഞനും സൂഫി ഗായകനുമായ അധ്യാപകൻ താഹ മാട്ടൂൽ സംഗീതത്തിൽ വേറിട്ട തലം തേടുകയാണ്. വിവിധ വേദികളിൽ കീർത്തനങ്ങളും അവതരിപ്പിക്കാറുള്ള ഇദ്ദേഹം ഒരേ രാഗത്തിൽ വിവിധ മതങ്ങളുടെ ഭക്തിഗാനങ്ങളും ആലപിക്കും. തന്റേതായ ശൈലിയിലുള്ള അവതരണമാണ് ഇദ്ദേഹത്തെ വ്യത്യസ്തനാക്കുന്നത്. കർണാട്ടിക് സംഗീതവും അതുപോലെ തന്നെ മാപ്പിളപ്പാട്ടിന്റെ ഇശലുകളും സമന്വയിപ്പിച്ചുകൊണ്ട് സംഗീത രംഗത്ത് വിസ്മയം തീർക്കുകയാണ് മാട്ടൂരിലെ അധ്യാപകനായ താഹ മാട്ടൂൽ എന്ന അതുല്യ പ്രതിഭ. അദ്ദേഹത്തെയാണ് ഇന്ന് പരിചയപ്പെടുന്നത്. ചെറുപ്പത്തിൽ നമ്മൾ രണ്ടും മണ്ണ് വാരി കളിച്ചപ്പോൾ അന്നു നമ്മൾ പറഞ്ഞതും മറന്നു പോയോ? ചെറുപ്പത്തിൽ നമ്മൾ രണ്ടും. മാട്ടൂൽ ലിറ്റിൽ ഫ്ലവർ യു.പി. സ്കൂളിലെ കുട്ടികളുടെ പ്രിയപ്പെട്ട അധ്യാപകനായ താഹ മാട്ടൂലിന്റെ ജീവിതം സംഗീതവുമായി ഇഴചേർന്ന് കിടക്കുകയാണ്. ഒരു പതിറ്റാണ്ട് കാലമായി കർണാട്ടിക് മ്യൂസിക് അഭ്യസിക്കുന്നു. ഇപ്പോഴും സംഗീതത്തിൽ പഠനം തുടരുകയാണ്. വിവിധ വേദികളിൽ കീർത്തനങ്ങളും അവതരിപ്പിക്കാറുള്ള ഇദ്ദേഹം ഒരേ രാഗത്തിൽ എല്ലാ മതങ്ങളുടെയും ഭക്തിഗാനങ്ങളും ആലപിക്കും. മാപ്പിള കലാ അക്കാദമി കണ്ണൂർ ജില്ലാ വൈസ് പ്രസിഡന്റ്, ഇശൽക്കൂട്ടം സംസ്ഥാന സീനിയർ വൈസ് പ്രസിഡന്റ്, മാട്ടൂൽ ആർട്സ് കഫേ ജനറൽ സെക്രട്ടറിയായി പ്രവർത്തിച്ചു വരുന്നു. സൂഫി ഖവാലി ഗായകൻ കൂടിയായ ഇദ്ദേഹം സംഗീതത്തിൽ മാസ്മരികത തീർക്കുകയാണ്. കൂടിക്കൊള്ളും മഹേശ്വരി ഗുണദായിനി സർവശുഭകാരിണി. ശിവരഞ്ജിനി രാഗത്തിൽ കൈനീട്ടി നിൽക്കുന്ന യേശുനാഥ, എന്നെ വിളിക്കുന്ന യേശുനാഥ. ഗസൽ, മാപ്പിളപ്പാട്ട്, കീർത്തനങ്ങൾ, ചലച്ചിത്ര ഗാനങ്ങൾ തുടങ്ങിയവയെല്ലാം വഴങ്ങും. തന്റേതായ ശൈലിയിൽ പാട്ടിനെ മാറ്റിയെടുക്കും. സംഗീതത്തെക്കുറിച്ച് പറയുമ്പോൾ വാതോരാതെ സംസാരിക്കും താഹ മാട്ടൂൽ. ഉത്സവത്തിലൊക്കെ നോക്കുമ്പോണ്ട് നമ്മളെ മക്കള് മറ്റു സ്കൂളുകളിൽ നിന്ന് ചില കുട്ടികൾ സ്റ്റേജിൽ കയറിയിട്ട് ദയ്യ എന്ന് പറഞ്ഞിട്ട് ഈ ഈണത്തിൽ അവർ പാടുമ്പോൾ വലിയൊരു സന്തോഷമാണ്. നമ്മളിത് കാസറ്റിൽ പോലും ഞാൻ പാടിയിട്ടില്ല. എവിടെയെങ്കിലും ഒരു മത്സരത്തിന് പാടി ഫസ്റ്റ് കിട്ടുമ്പോൾ അന്നേരം റെക്കോർഡ് ചെയ്തത് അതിങ്ങനെ കൈമാറി കുട്ടികളുടെ എത്തി. കുട്ടികൾ എന്താക്കും പറഞ്ഞാൽ അന്ന് അവരുടെ രക്ഷിതാക്കൾ പറയും ഇത് പാടിക്കോ. അപ്പൊ അതെല്ലാം കേൾക്കുമ്പോൾ ഒരു സന്തോഷം. സംഗീതത്തിൽ തന്റേതായ ശൈലി പിന്തുടർന്ന ഏവരെയും അതിശയപ്പെടുത്തുന്ന ഇദ്ദേഹം പറയുന്നത് താൻ ഇപ്പോഴും സംഗീത ലോകത്ത് കൗതുകം നിറഞ്ഞൊരു കുട്ടിയാണ് എന്നാണ്. തന്റെ അധ്യാപന ജോലിക്കിടയിലാണ് ഈ സംഗീത യാത്രയ്ക്കും കൂടി ഇദ്ദേഹം സമയം കണ്ടെത്തുന്നത്. സൂഫി ഖവാലി, മാപ്പിളപ്പാട്ട്, ഗസലുകള്, ചലച്ചിത്ര ഗാനങ്ങള്, ഒപ്പം കീർത്തനങ്ങളും എല്ലാം തന്നെ ഇദ്ദേഹം ആലപിക്കുന്നുണ്ട്. ഇനിയും ഒരുപാട് വേദികൾ കീഴടക്കാൻ ഇദ്ദേഹത്തിന് സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. ക്യാമറമാൻ നികേഷ് താവത്ത്.